ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയിം ജെ. നമ്മുടെ തുടരും എന്ന് പറഞ്ഞ സിനിമയിൽ എമ്പുരാന്റെ ഭയങ്കരമായിട്ടുള്ള മാസ് കുറെ ബ്ലാസ്റ്റ് പരിപാടികൾക്ക് ശേഷം നമ്മൾ കാത്തിരിക്കുന്ന വളരെ നോർമൽ ആയിട്ടുള്ള വളരെ സാധാരണക്കാരനായിട്ടുള്ള ഓർഡിനറി മാൻ ആയിട്ട് വരുന്ന തുടരും എന്ന് പറഞ്ഞ സിനിമയിലെ ഷൺമുഖൻ അദ്ദേഹത്തിന്റെ തുടരും കഥ തുടരും എന്ന് പറഞ്ഞിട്ടുള്ള സോങ്ങിന്റെ ലിറിക്കൽ വീഡിയോ ഇന്ന് വരുന്നുണ്ട്. അതാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. 7 മണിക്ക് വന്നിട്ടുണ്ട്, പക്ഷെ നോമ്പും കാര്യങ്ങളും തുറവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയതാണ്. ലെറ്റ്സ് വാച്ച് ആൻഡ് ഹിയർ. തുടരും കഥ തുടരും. ലിറിക് മോഹൻലാൽ, ശോഭന, ജെയ്ക്സ് ബിജോയ്, തരുൺ മൂർത്തി. റെഡി? നല്ല പാട്ടായിരിക്കും വിചാരിക്കാം. നേരത്തെ ആദ്യം വന്ന പാട്ട് അടിപൊളിയായിരുന്നു. ഇതും അങ്ങനെയൊന്ന് വിചാരിക്കാം. ഏയ്, ഇത് നമ്മളെ സരിഗമപ്പ. എന്താവനല്ലേ? പേരെന്തായിരുന്നു? എന്തോ കാണിച്ചു കൊണ്ടു. നല്ല വോയിസ് കേട്ടോ. തിരികെ വരും ചിരി പകരും തലോടും താനേ കഥ തുടരും. നനയുകയോ മനമെങ്ങുകയോ. ഫീൽ ഗുഡ്. ലാലേട്ടന് ഭയങ്കര ഭംഗിയുണ്ടല്ലേ ഇതിലേക്ക് കാണാൻ. ജെയ്ക്സ് ബിജോയ്. കരുതലായി കണ്ണിലലിവുമായി വന്നുവോ അരികെ. മഴനിലാത്തിങ്കളുയിരുപോൽ ചേർന്നുവോ ആകാമേ. വാനവിൽ നീയേ മനമുകിൽ മേലെ താരകം പോൽ കൺമണികൾ. നാം നടന്ന കാലം അതിശയജാലം പല വഴിയേറുക. കനൽ തൂവും വേനൽ മധുരമാകുന്നേ ദൂരം തേടിടുന്നേ. ഹരിഹരന്റെ വോയിസ്. നനയുകയോ മനമെങ്ങുകയോ. സൂപ്പർ സോങ്, സൂപ്പർ സോങ്. പക്ഷേ ഇപ്പൊ കുറെ ആയിട്ടേ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ള പല പാട്ടുകളും ശരിക്കും ഒരു വാം ഫീൽ തരുന്ന പാട്ടുകളാണ്. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം, പണ്ടൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു, കാലഘട്ടം. നല്ല രസമുള്ള ഒരുപാട് സോങ്ങുകൾ, വരികൾക്കും ഒക്കെ നല്ല ഭംഗിയുള്ള, നല്ല എന്താ പറയുക, നമ്മുടെ പച്ചപ്പും മനോഹാരിതയും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള അത്തരം പാട്ടുകൾ നമുക്ക് ഒരുപാട് ഉണ്ടായിരുന്നു. വെട്ടം മുതലൊക്കെ അങ്ങനത്തെ ഒക്കെ കാലഘട്ടത്തിലുള്ള പാട്ടുകളാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം പിന്നെ ഭയങ്കര ജഗപ്പൊക്കെ അടിച്ചാപ്പൊളി പാട്ടുകൾ മാത്രം വന്നു. പിന്നെ റാപ്പിന്റെ ഒരു യുഗം വന്നു. ഓഫ്കോഴ്സ് റാപ്പുകൾ നല്ല രസമുള്ള റാപ്പുകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടെങ്കിൽ പോലും ആ പഴയ ഒരു തനിമ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ഭംഗി ഉണ്ടല്ലോ, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ കാതുകൾക്ക് അത്ര സുഖം കിട്ടുന്ന, ഞാൻ എന്താ പറയാ, നമുക്ക് മനസ്സിന് ഭയങ്കര എൻജോയ് ചെയ്യാന്നുള്ളതോ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് അടിച്ചാപ്പൊളി പാട്ടുകളോ അതല്ല. നമ്മൾ ആ പാട്ടിലൂടെ ഇങ്ങനെ നമ്മൾ വേറൊരു മൂഡിലേക്ക് കൊണ്ടുപോകുന്ന പാട്ടുകളല്ല.
നമ്മൾ കേൾക്കുമ്പോൾ ഏത് മൂഡിലാണെങ്കിലും ശരി, ആ പാട്ടിന്റെ ഒരു ഫീൽ എന്താണോ ആ ഫീലിലൂടെ നമ്മളിങ്ങനെ ഒഴുകുന്ന പോലത്തെ ഒരു സുഖം നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ കേൾക്കുന്ന കാതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, അതിങ്ങനെ ഭയങ്കരമായിട്ടുള്ള ലൗഡ് വോയിസുകൾ ഉണ്ടാവില്ല. ഭയങ്കര എങ്ങനെ അത് പറയാ, നമുക്കിങ്ങനെ കേട്ടിരിക്കാം. ഭയങ്കര ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ തലച്ചോറ് അതിങ്ങനെ മുഴങ്ങിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ പാട്ടുകൾ കുറച്ചായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. ഈ പാട്ട് അതിലൊരു പാട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് കോഴ്സ് ആദ്യം പാടിയിട്ടുള്ള ആളുടെ പേര് ഇതിൽ കൊടുത്തിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. നമ്മുടെ സരിഗമ പയൽ നല്ല വോയിസ്, നന്നായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ ഹരിഹരന്റെ വോയിസ് വരുമ്പോൾ കിട്ടുന്നൊരു സുഖം അത് ഭയങ്കരമാണ്. അദ്ദേഹം പാടിയിട്ട് ചില സമയത്ത് വിടുന്ന സാധനം അതിലേക്ക് ഒഴുകി ഇങ്ങനെ അത് വെറുതെ പാടിയിട്ടാണ് വിടൂല, ഇങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങോട്ട് പോയിക്കോർട്ടിന് വിടുന്ന പോലത്തെ ചില നോട്ടുകൾ, എൻഡിങ്സ്, അത് ഭയങ്കര ഒരു ഗസൽ കേൾക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടല്ലോ. നമ്മളെ അങ്ങനെ ഫ്ലോട്ട് ചെയ്യാറില്ല, ഒഴുകാണ് നമ്മൾ അതിലൂടെ. അങ്ങനത്തെ അത് ഭയങ്കര രസമാണ് കേട്ടോണ്ടിരിക്കാൻ. എന്തായാലും തുടരും എന്ന് പറഞ്ഞ സിനിമയോടുള്ള ഇഷ്ടവും ആ സിനിമയിലുള്ള പ്രതീക്ഷയും വീണ്ടും വീണ്ടും കൂടുകയാണ് ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പാട്ട്. ഈ പാട്ട് പോലെ തന്നെ മനോഹരമായിട്ടുള്ള, അല്ലെങ്കിൽ ഇതിന് മുമ്പ് വന്നുള്ള പാട്ടാണെങ്കിലും എന്തൊരു ചെയ്യലാണ്, അതൊക്കെ എന്ത് രസമാണ് ആ പാട്ടൊക്കെ കേൾക്കാൻ. അപ്പൊ അതുപോലെ തന്നെ നല്ല രസമുള്ളൊരു നല്ലൊരു സുഖം തരുന്ന ഒരു സിനിമയായിരിക്കും തുടരും എന്നുള്ളതാണ് പ്രതീക്ഷ. അത്തരത്തിലുള്ളൊരു വളരെ നല്ല ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ എന്ന് പറയാൻ പറ്റുമല്ലോ, ഒരു ക്ലാസിക് ഹിറ്റ്. അതാണ് ഞാൻ എന്തായാലും സിനിമയുടെ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വീഡിയോ. തുടരായിട്ട് കാണുന്നവരെ